ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഒരു രാജ്യത്തിന്റെ പ്രധാന ജനസേവകൻ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ അതോ രാഹുൽ ഗാന്ധിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യേണ്ട പണി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പറക്കുകയാണ്. അദ്ദേഹത്തിന് അല്ലെങ്കിലും വിദേശ യാത്രകളോട് ഒരു പ്രത്യേക കമ്പമാണുള്ളത്. നിരവധി വിദേശ യാത്രകൾ, ആ വഴിക്ക് കോടികൾ ചെലവ്, ഇതൊക്കെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറിയ കാലം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ മഹാനെ അവിടെയൊന്നും കാണാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ മണിപ്പൂരിൽ കണ്ടത്. ഒരു വർഷക്കാലത്തോളമായി മണിപ്പൂർ എന്ന നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം നിന്നു കത്തുകയാണ്. ജനങ്ങൾ ചേരി തിരിഞ്ഞ് ആക്രമിക്കുകയാണ്. നടക്കുന്ന കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, തമ്മിലുള്ള ആക്രമണങ്ങൾ ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലോ ഒരിക്കൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അതായത് മണിപ്പൂർ എന്ന സംസ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പോയിട്ടില്ല. പക്ഷെ പോയത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി മൂന്നാമതും മണിപ്പൂരിൽ ഇന്ന് എത്തിയിരിക്കുകയാണ്. അതായത് സ്വന്തം രാജ്യത്തെ സ്വന്തം പ്രജകളെ, ഞാൻ ഈ പ്രജകൾ എന്ന വാക്ക് ഉപയോഗിച്ചത് കിരീടവും ചെങ്കോലവും രാജാപ്പാർട്ട് വേഷവും ഒക്കെയായി മൊത്തം രാജഭരണ കളി കളിക്കുന്ന ആളുകൾക്ക് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പ്രജകളെന്ന് വിളിക്കാനായിരിക്കും ഇഷ്ടം. എന്തായാലും അങ്ങനെ പ്രജകളെന്ന രീതിയിൽ കണ്ടിട്ടാണെങ്കിലും രാജാവിന് ഒന്ന് എഴുന്നള്ളാൻ തോന്നിയില്ല പ്രശ്നബാധിത പ്രദേശത്തേക്ക്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നേരിട്ട് പോയി കാണാനുള്ള മനസാന്നിധ്യമോ ചങ്കുറപ്പോ നെഞ്ചിന്റെ വലിപ്പമോ ഇല്ലാതെ പോയി അദ്ദേഹത്തിന്. സാങ്കേതികമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങൾ ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കണക്കെടുക്കുന്നുണ്ട്, കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ മനസാക്ഷിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ പോകേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ ലോകം ചുറ്റലിന്റെ ഭാഗമായി പോകുമ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന, ഭയചകിതരായി ആശങ്കപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ് ഇരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ കാവൽ പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്നത്. ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ നൽകുന്ന വിശേഷണം. അത്തരത്തിൽ നിരവധി സോഷ്യൽ മീഡിയ പ്രയോഗങ്ങൾ നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ മാത്രമല്ല, രാഹുൽ ഗാന്ധി തൊട്ടു മുമ്പ് പോയത് അസമിലേക്കാണ്. അവിടെ വെള്ളപ്പൊക്കം, വലിയ തോതിൽ വെള്ളപ്പൊക്കമാണ്. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം UP-യിലായിരുന്നു. അവിടെ ആൾദൈവത്തിന്റെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ചപ്പോൾ മരിച്ചവരുടെയും പരിക്ക് പറ്റിയവരുടെയും കുടുംബാംഗങ്ങൾക്കിടയിലായിരുന്നു രാഹുൽ ഗാന്ധി. ആ വിഷമിച്ചിരിക്കുന്ന ജനതയെ ആശ്വസിപ്പിച്ചതിന് ശേഷം, ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചതിന് ശേഷം നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കത്തെഴുതി UP മുഖ്യമന്ത്രിക്ക്. അതിനിടയിൽ രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി BJP ചില ശ്രമങ്ങൾ നടത്തി. ഗുജറാത്തിൽ ഞങ്ങൾ അധികാരം പിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അതിൻ്റെ ദേഷ്യം, അതിൻ്റെ ഭയം, ആശങ്ക കൊണ്ട് ഗുജറാത്തിലെ PCC ആസ്ഥാനം കല്ലെറിഞ്ഞ് തകർക്കാൻ BJPയും സംഘപരിവാർ കാവിപ്പട ടീം ശ്രമിച്ചു. ഉടൻ തന്നെ രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്കും പറന്നെത്തി, പാഞ്ഞെത്തി. എന്നിട്ട് തകർന്ന കെട്ടിടം സന്ദർശിച്ചു. അതിനുശേഷം രാഹുൽ ഗാന്ധി BJPയെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. तो अब आपका काम है गुजरात को विजन देना, गुजरात के युवाओं को, किसानों को, मजदूरों को, माताओं बहनों को विजन देना कि भैया हम आपके लिए ये करने जा रहे हैं. आपने हमारा मैनिफेस्टो देखा? हिला के रख दिया था बीजेपी को. आपने देखा? वैसा मैनिफेस्टो बनाना है गुजरात के लिए. गुजरात की जनता से मिलकर 1 लाख लोगों ने हमारा मैनिफेस्टो बनाया था. वैसे ही हम गुजरात में लाखों लोगों से पूछकर अपना मैनिफेस्टो बनाएंगे. गुजरात को विजन देंगे और फिर चुनाव पूरा दम लगा के लड़ेंगे और यहां इनकी जो सरकार है उसको तोड़ के हटप्परे कर देंगे. इसीलिए जब इन्होंने हमारा ऑफिस तोड़ा, मैंने सोचा भैया मौका मिल गया. अब हम इनको सबक सिखाएंगे. जैसे इन्होंने हमारा ऑफिस तोड़ा, वैसे ही हम उनकी सरकार को तोड़ने जा रहे हैं.
അങ്ങനെ പാർലമെന്റിലെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ച് മുൾമുനയിൽ നിർത്തുന്ന ആ പ്രസംഗം കാഴ്ചവെച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി പിന്നീട് വിശ്രമമില്ലാതെ ഈ രാജ്യം മുഴുവൻ പാഞ്ഞു നടക്കുകയാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയല്ല. അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങൾ നോക്കുക. അദ്ദേഹം സബർബൻ ട്രെയിനിൽ ഒരു സാധാരണക്കാരനെ പോലെ സഞ്ചരിച്ച് ട്രെയിൻ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. അതുപോലെ ഡൽഹിയിലെ ലോക്കോ പൈലറ്റുമാരെ സന്ദർശിച്ച് ഈ ഇന്ത്യൻ റെയിൽവേ നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ കേട്ടറിയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മാർക്കറ്റുകളിലേക്ക്, നഗര തിരക്കുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ വെറുതെ നിൽക്കുമ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇന്നലെയും രാഹുൽ ഗാന്ധി സംസാരിച്ചത്, ഒരു പ്രധാനപ്പെട്ട വീഡിയോ വൈറലായിരിക്കുന്നത് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ എല്ലാവരും വിദേശത്തേക്ക് ഒഴുകുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾ, സാധാരണക്കാരൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ, അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിലൊക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിനൊക്കെയുള്ള പരിഹാരം ഉണ്ടാകണമെന്ന് നിരന്തരമായി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അത് പാർലമെന്റിലായിക്കൊള്ളട്ടെ, പൊതു ഇടങ്ങളിലായിക്കൊള്ളട്ടെ, മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാഹുൽ ഗാന്ധി കിണഞ്ഞു പരിശ്രമിക്കുക തന്നെയാണ്. ഈ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത്? പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ കുറെ കുറ്റം പറയുന്നു, അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ കുറെ കുറ്റം പറയുന്നു. അതിനുശേഷം ഇറങ്ങിയ പാടെ നാട് വിട്ട് റഷ്യയിലേക്ക് പോകുന്നു. ഇവിടെ അസമിൽ വലിയ പ്രളയമാണ്, മുംബൈയിൽ പ്രളയമാണ്, ഉത്തരാഖണ്ഡിൽ പ്രളയമാണ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും വലിയ തോതിൽ പ്രളയമുണ്ടാകുന്നു, ആൾനാശമുണ്ടാകുന്നു, മരണമുണ്ടാകുന്നു. മണിപ്പൂർ ഇപ്പോഴും ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. മണിപ്പൂരിലെ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പാർലമെന്റിൽ അവകാശപ്പെട്ടിട്ടില്ല. അപ്പൊ ഇന്ത്യയിൽ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ, നീറുന്ന വിഷയങ്ങൾ ഉള്ളപ്പോൾ ഇതൊന്നും കണക്കിലെടുക്കാതെ ആശാന്റെ വഴിക്ക് പോവാണ്. അപ്പോൾ ഈ ജനങ്ങളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ, ഇവിടങ്ങളിലൊക്കെ ഓടിയെത്താൻ ഒരു മനുഷ്യനേ ഉള്ളൂ, ഒരു വ്യക്തി. ആ വ്യക്തി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തിന്റെ. പേര് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കട്ട സപ്പോർട്ടുമായി കൂടെ നിൽക്കുകയാണ്. അതായത് ഈ രാജ്യത്ത് വർഗീയത, വിദ്വേഷം, വെറുപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോടികളുടെ കണക്കുകൾ, ഇതൊന്നുമല്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത്. അവർക്ക് തൊഴിൽ വേണം, ഭക്ഷണം വേണം, മാന്യമായ ശമ്പളം വേണം, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റണം. അതുപോലെ ദുരന്തങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഒപ്പം നിൽക്കണം. ഇതൊന്നുമല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, രാഹുൽ ഗാന്ധി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർത്തത് എന്തൊക്കെയാണ്? അത്രയും നിർണായകമായ നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ കഴിവും, അതായത് ഈ രാജ്യത്തിനുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാം. മറ്റു രാജ്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നെ പരിഹരിക്കാമെന്നേ. സ്വന്തം രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കുക. സ്വന്തം രാജ്യത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചോളും. സ്വന്തം രാജ്യത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യും, മോദിക്കൊരു പകരക്കാരൻ ഞാനാണ് എന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെ പറയാതെ പറയുകയും തെളിയിക്കുകയുമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല, BJPക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണ്ട, അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കണ്ട, രാജ്യത്തൊരു ദുരന്തമുണ്ടായാൽ അവിടെയും ഇടപെടേണ്ട. പക്ഷേ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അങ്ങനെയല്ല. അവരുടെ പ്രൈം അജണ്ട എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. രാഹുൽ ഗാന്ധി വ്യക്തിപരമായ ഒരു പരിപാടിക്കും പോയിട്ടില്ല. പാർലമെന്റിലെ ആ വലിയ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പോകുന്നത് അത്രയും സ്വന്തം മണ്ഡലത്തിലേക്ക് പോയി, റായ്ബറേലിയിലേക്ക് പോയി സ്വീകരണം ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ ബാക്കി ഏറ്റെടുത്തത് അത്രയും ജനകീയ പ്രശ്നങ്ങൾ, ജനകീയ വിഷയമാണ്. രാജ്യം മുഴുവൻ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് ജനാധിപത്യപരമായ അദ്ദേഹത്തിന്റെ ഒരു പ്രിവിലേജ് ഉണ്ട് എന്ന് മാത്രമല്ല, സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന്റെ ക്യാബിനറ്റ് റാങ്കിന് തുല്യമായ പദവിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പണ്ടത്തെ ഒരു എം പി മാത്രം എന്ന നിലയിൽ ഉണ്ടായിരുന്ന പരിമിതികൾ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴില്ല. അദ്ദേഹം ഹത്രാസിലേക്ക് പോയപ്പോൾ, UPയിൽ ഹത്രാസിലേക്ക് പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. പണ്ട് അവിടെ ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഒരു പീഡനം, ദളിത് ബാലികയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പണ്ട് ഹത്രാസിലേക്ക് പോയപ്പോൾ അവിടെ പ്രവേശനം നിഷേധിച്ച് രാഹുലിനെ അടിച്ചു വീഴ്ത്തിയതാണ്. അതേ ഹത്രാസിലേക്ക് അന്ന് അടിച്ചു വീഴ്ത്തിയവർ സല്യൂട്ട് അടിച്ച് രാഹുൽ ഗാന്ധിയെ ആനയിക്കുന്ന കാഴ്ച
ജനാധിപത്യത്തിൻ്റെ മറുപടിയാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും ഭരണഘടനയുടെയും ഒക്കെ മൂല്യമറിയുന്ന ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരു നേതാവാണ് താനെന്ന് രാഹുൽ ഗാന്ധി പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നു. ഭയപ്പെടുത്താനും അവഹേളിക്കാനും ശ്രമിക്കുന്നവർക്ക് ചുട്ട മറുപടി പ്രവൃത്തിയിലൂടെ കൊടുക്കുന്നു. നിങ്ങളുടെ പ്രധാനമന്ത്രി പോകാൻ മടിക്കുന്നിടത്തെല്ലാം ഞാൻ പോകുന്നു എന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയാകാൻ, ഒരു രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ രക്ഷകനാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തെളിയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്, ഒരു നല്ല കോർഡിനേറ്ററാണ്. വിജയം നിർമ്മിക്കാൻ കഴിവുള്ള ഒരു പൊളിറ്റീഷ്യനായി അദ്ദേഹം വളർന്നിരിക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ അദ്ദേഹം തെളിയിച്ചതാണ്. ഇനി അതിനേക്കാൾ മുകളിലേക്ക് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലൊക്കെ തിളങ്ങാൻ കഴിയുന്ന എല്ലാ പ്രാപ്തിയും തനിക്കുണ്ട് എന്ന് രാഹുൽ തെളിയിക്കും. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം രാഹുൽ നടത്തുന്നത് അധികം വൈകാതെ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി താഴെ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണോ രാഹുൽ ഇത്രയും തിടുക്കപ്പെട്ട് ഈ ജനങ്ങളുടെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട ഒരു കാവൽ പ്രധാനമന്ത്രി എന്ന പേരിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ലൈൻ രാഹുലിന് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. എന്തായാലും രാഹുൽ തിളങ്ങുകയാണ്. ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഭാഷയിൽ ആശ്വാസം നൽകിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അത് രാഹുലിന് വലിയ ജനപിന്തുണ നൽകുന്ന കാര്യവുമാണ്.